ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ലൈറ്റ് ഓൺ മീയുടെ 13ാമത്തെ എപ്പിസോഡ് കാണാം. 12ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കണ്ടു നിർത്തിയത് ആ ചെറുക്കൻ വന്ന് ഡേവോൻ്റെ അടുത്ത് ലീസൂഹിയാണ് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തതെന്ന് പറയുന്നത് വരെയാണ്. ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ലീസൂഹിനെയും നങ്കുങ്ങിനെയാണ് കാണിക്കുന്നത്. അവരിയ്ക്കുന്ന സ്ഥലത്തേക്ക് ഡേവോൺ വരെയാണ്. അവൻ വന്നിട്ട് ലീസൂഹി അടുത്ത് ചോദിക്കുന്നു, നീയാണ് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്തതെന്ന്. അപ്പോൾ അവൾ പറയുന്നു, അതെ ഞാനാണ് പോസ്റ്റ് ചെയ്തത്. കേക്കിങ്ങിനെ നിൻ്റെ അടുത്തുനിന്ന് പിരിക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ മറ്റൊരു വഴിയും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാണ് ചെയ്തതെന്ന്. അപ്പോൾ നങ്കുങ്ങ് പറയുന്നു, നിനക്ക് അവളെ സ്വഭാവം അറിയാലോ, നീ അതങ്ങ് കളഞ്ഞേക്ക്, അത് പോട്ടെന്ന്. അപ്പോൾ ഡേവോൺ പറയും, എനിക്ക് കുറച്ച് കാര്യങ്ങൾ തനിയെ സംസാരിക്കണം ലീസൂഹിയുടെ അടുത്ത്, അതുകൊണ്ട് നീ കുറച്ച് നേരം പുറത്ത് നിൽക്കുക. അങ്ങനെ ഇത് കേട്ട് നങ്കുങ്ങ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. നങ്കുങ്ങ് പോയതിനു ശേഷം ലീസൂഹി പറയും, ഡേവോൺ നിൻ്റെ അടുത്ത് ടേക്കിങ് നല്ല ഓവറായിട്ടാണ് കൂട്ടാകുന്നത്. അതെന്തായാലും നല്ലതിനല്ല, അത് വേറെ എന്തെങ്കിലും ആയി തീരെയുള്ളൂ. അതുകൊണ്ട് ഞാൻ നിൻ്റെ നല്ലതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ഡേവോൺ ചോദിക്കും, നീ എൻ്റെ നല്ലതിന് വേണ്ടിയോ ചെയ്തത്? എന്ത് നല്ലതിന് വേണ്ടിയെന്ന് ഡേവോൺ പറഞ്ഞു കഴിഞ്ഞ് ലീസൂഹി പറയാണ്, നിനക്കറിയാമല്ലോ നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന്. അതുമാത്രമല്ല, ടേക്കിങ്ങുമായിട്ടുള്ള നിൻ്റെ ഈ കൂട്ടിനി ഒരുപാട് അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് മറ്റെന്തെങ്കിലും ആയിട്ടേ അവസാനിക്കൂ. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ ഡേവോൺ പറയും, എന്തായാലും എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി നമുക്ക് രണ്ടുപേർക്കും ഇടയിൽ ഒരു കൂട്ടും ഇല്ല, ഇനി നമ്മൾ കാണേയില്ലെന്ന്. അപ്പോൾ അവൾ കരയുന്ന രീതിയിൽ വന്നിട്ട് പറയും, നിനക്കിതൊക്കെ വിഷമമാവുമെന്ന് എനിക്ക് അറിയാമായിരുന്നു എന്ന്. അപ്പോൾ ഡേവോൺ പറയും, എന്തായാലും ഈ ഒരു കാര്യത്തോടെ എല്ലാം എനിക്ക് മനസ്സിലാക്കാനും പറ്റി, അതുപോലെ ഞാൻ എന്ത് പൊട്ടനായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ഇനി ഞാൻ അതുപോലെ നിൽക്കില്ലെന്ന് പറഞ്ഞിട്ട് അവ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. ഡേവോൺ പോകുന്നതിൻ്റെ പിന്നാലെ പോയിട്ട് ലീസൂഹി ചോദിക്കുന്നുണ്ട്, നമ്മളിനി ഒരിക്കലും കാണില്ലേ എന്ന്. അപ്പോൾ ഡേവോൺ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. ഇത് കണ്ടിട്ട് വിഷമം സഹിക്കാൻ വയ്യാതെ ലീസൂഹി അവിടെ നിന്ന് പൊട്ടിക്കരയാണ്. ഇത് കണ്ടിട്ട് നങ്കുങ്ങ് പറയും, നീ പോയി കൗൺസിലർ റൂമിൻ്റെ അകത്തിരി, ഞാൻ ഇപ്പോൾ വരാമെന്ന്. പിന്നെ നങ്കുങ്ങ് കുറേ സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ലീസൂഹിക്ക് കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, നീ ഇങ്ങനെ ചെയ്യുമെന്ന് അവൻ പെട്ടെന്ന് കരുതി കാണില്ല. അവൻ മാത്രമല്ല ഞങ്ങളും കരുതിയില്ല. കാരണം നീയല്ലേ ഏറ്റവും കൂടുതൽ ഡേവോണിനെ പറ്റി ചിന്തിക്കുന്നതും അവൻ്റെ നല്ലതിന് വേണ്ടി പ്രവർത്തിക്കുന്നതും. എന്നിട്ട് നീ ഇങ്ങനെ ചെയ്യുമെന്ന് ആരും കരുതിയില്ല. നീ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന്. അപ്പോൾ അവൾ പറയും, ടേക്കിങ്ങിനെ അവനെ പിരിക്കാൻ എൻ്റെ കയ്യിൽ വേറെ ഒരു വഴിയും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് അപ്ലോഡ് ചെയ്തതെന്ന്. ഇവൾ പറഞ്ഞതിന് ശേഷം നങ്കുങ്ങ് പറയും, ഞാൻ എന്തായാലും നിന്നെ വിശ്വസിക്കുന്നു. അതുപോലെ ഡേവോണും എന്തായാലും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നിൻ്റെ അടുത്ത് വന്ന് മിണ്ടുമെന്ന്. നങ്കുങ്ങ് പറഞ്ഞതിന് ശേഷം അവൾ വീണ്ടും കരയാൻ തുടങ്ങുന്നു. അപ്പോൾ അവൻ പറയും, പക്ഷേ അതൊക്കെ കളഞ്ഞേക്ക്, എന്തായാലും എല്ലാം ശരിയാവും എന്നും പറഞ്ഞ് അവനെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ അവളെ സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഡേവോൺ ആണെങ്കിൽ എന്തോ ഒരു സാധനം പോയി എടുത്തിട്ട് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ നിൽക്കുന്ന രണ്ട് ചെറുക്കന്മാരുടെ ചോദിക്കുന്നു, ടേക്കിങ് എവിടെയെന്ന്. അപ്പോൾ അവർ പറയുന്നു, അവൻ ക്യാൻറ്റീനിലേക്ക് പോയെന്ന്. ഇത് കേട്ടിട്ട് അവ അങ്ങോട്ട് പോവേന്. ഈ സമയത്ത് ഷിൻമുവും ടേക്കിങ്ങും കൂടെ ക്യാൻറ്റീനിലിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഷിൻമു ചോദിക്കുന്നു, നല്ല എരിവായിട്ടുണ്ടല്ലേ എന്ന്. അപ്പോൾ പറയും, ആ നാക്കിന് നല്ല എരിവുണ്ട്, എന്നാലും നല്ല രസമുണ്ട് കഴിക്കാൻ, ഇങ്ങനത്തെ ആഹാരങ്ങൾ കൂടുതൽ കഴിച്ചാൽ നല്ലതായിരിക്കുമെന്ന്. ഈ സമയത്ത് ഡേവോൺ അവിടേക്ക് വരെയാണ്. അവ ഇവരിന്ന് സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോവാതെ തിരിച്ചു പോകുന്നു. അവിടെ ഷിൻമു ടേക്കിങ്ങിനോട് ചോദിക്കുകയാണ്, നമുക്ക് കരോക്കെ ക്ലബിലേക്ക് പോയാലോ എന്ന്. അപ്പോൾ ടേക്കിങ്ങും പറയും, എങ്ങനെ ഒരുപാട് പഠിക്കാതില്ലേ, പഠിക്കാതിരുന്ന അവർ വഴക്ക് പറയില്ലേ എന്ന്. അപ്പൊ ഷിൻമു പറയും, അത് സാരമില്ല, ഒരു ദിവസത്തേക്കല്ലേ, കുഴപ്പമില്ലെന്ന്. ഷിൻമു പറയുന്നത് കേട്ടിട്ട് ടേക്കിങ്ങും പറയും, എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല, ഷിൻമു പഠിക്കണ്ടെന്ന് പറയുന്നു എന്ന്. ഇതേ കാര്യം തന്നെ മറ്റൊരാളും ചോദിച്ചുകൊണ്ട് വരുന്നു. അത് വേറെ ആരുമല്ല, നങ്കുങ്ങാണ് ചോദിക്കുന്നത്. എന്നിട്ട് നങ്കുങ്ങ് ചോദിക്കുന്നു, നിങ്ങൾ എന്നെ കൂട്ടാതെ കരോക്കെ ക്ലബിൽ പോകാൻ പോകുന്നല്ലേ, അതുപോലെ നിങ്ങൾ നൂഡിൽസ് സഹിതം വാങ്ങിച്ച് കഴിച്ചില്ലേ, ഞാൻ നിങ്ങളുടെ ദേഷ്യത്തിലാണെന്ന്. ഇവൻ കാണിക്കുന്ന കോമഡിയൊക്കെ കണ്ടിട്ട് അവർ രണ്ടുപേരും ചിരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ അവർ കരോക്കെ ക്ലബിലേക്ക് പോയതുപോലെയാണ് കാണിക്കുന്നത്. അവിടെ നിന്ന് നങ്കുങ്ങ് പാട്ടൊക്കെ പാടുകയാണ്. പാട്ട് മാത്രമല്ല, അവൻ്റെ ഇഷ്ടത്തിൽ അവൻ ഡാൻസും കളിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കുന്നു. അപ്പോഴത്തേക്കും ടേക്കിങ് ചോദിക്കുന്നു, നീ ഇപ്പോഴും എൻ്റെ അടുത്ത് ദേഷ്യത്തിലാണോ എന്ന്. അപ്പോൾ നങ്കുങ്ങ് പറയുന്നു, അതെ അതെ ദേഷ്യത്തിലാണെന്ന്. അപ്പം ടേക്കിങ് ചോദിക്കും, അത് മാറാനായിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന്. അപ്പം നങ്കുങ്ങ് പറയും, അത് മാറാനായിട്ട് ഒരു വഴിയുണ്ടെന്ന്. പിന്നെ കാണിക്കുന്നത് ടേക്കിങ് പാട്ട് പാടുന്നത് പോലെയാണ്. അതും ഒരു വിരഹഗാനമാണ് പാടുന്നത്. ടേക്കിങ് പാട്ട് പാടുന്നത് കേട്ടിട്ട് ഷിൻമു നങ്കുങ്ങിനോട് ചോദിക്കുന്നു, അവനെ സന്തോഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന്. അപ്പം നങ്കുങ്ങ് പറയുന്നു, അതിനും ഒരു വഴിയുണ്ടെന്ന്. അതിനുശേഷം ഷിൻമു അവിടെ നിന്നൊരു സാധനമൊക്കെ വെച്ച് ഡാൻസ് കളിച്ച് പാട്ട് പാടുന്നതാണ് കാണിക്കുന്നത്. അപ്പം നങ്കുങ്ങ് ടേക്കിങ്ങിനോട് പറയുന്നുണ്ട്, ഷിൻമു ഇതിനു മുമ്പ് ഇതുപോലെ ഒന്നും ചെയ്തിട്ടില്ല ആരെ സന്തോഷപ്പെടുത്താനായിട്ടെന്ന്. എന്നിട്ട് അവൻ്റെ കൂടെ പോയി നിന്ന് ഡാൻസ് കളിക്കുന്നു.
ഇതൊക്കെ കണ്ടിട്ട് ടേക്കിങ്ങിന് കുറച്ച് സന്തോഷമൊക്കെ വരുന്നുണ്ട്. അവിടെ ഡേവോൺ ആണെങ്കിൽ ടേക്കിങ്ങിന് അയക്കാൻ വേണ്ടി ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അത് ഡിലീറ്റ് ആക്കിയാണ്. ഈ സമയത്ത് നങ്കുങ് ആണെങ്കിൽ അവർ കരോക്കി ക്ലബ്ബിലിരുന്ന ഫോട്ടോയൊക്കെ ഡേവോണിന് അയച്ചു കൊടുക്കുന്നു. അത് കണ്ടിട്ട് അവന് സമാധാനമാവുന്നുണ്ട്. അടുത്ത സീനിൽ അവർ 3 പേരും കൂടെ കരോക്കി ക്ലബ്ബിലൊക്കെ പോയതിന് ശേഷം തിരിച്ചു പോവുകയാണ്. അപ്പോൾ നങ്കുങ് പറയുന്നു, എനിക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം, ഞാൻ വീട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞിട്ട് അവരുടെ ബൈ ഒക്കെ പറഞ്ഞതിന് ശേഷം അവൻ പോകുന്നു. നങ്കുങ് പോയതിന് ശേഷം ടേക്കിങ് ഷിൻമുവിനോട് ചോദിക്കും, നമ്മൾ ഇന്നിരുന്ന് പഠിച്ചില്ലല്ലോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്ന്. അപ്പൊ ഷിൻമു പറയും, അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ലെന്ന്. അതുപോലെ നീ മറ്റുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞേക്ക്, നിന്നെ ഇഷ്ടമുള്ള ഒരാൾ നിന്നെ തേടി എന്തെങ്കിലും വരുമെന്ന്. എന്നിട്ട് അവൻ ഡേയോന്റെ പേര് പറയാനായിട്ട് വരുന്നു. അപ്പൊ തന്നെ ടേക്കിങ് ചെവി പൊത്തിയിട്ട് പറയുന്നു, നീ എൻ്റെ ഫ്രണ്ടായിട്ട് ഇന്ന് നിന്നാൽ മതി, അല്ലാതെ വേറെ ഒന്നും പറയല്ലേ എന്ന്. അങ്ങനെ ഷിൻമു പറയുന്നു, ശരി, ഞാൻ ഒന്നും പറയുന്നില്ലെന്ന്. ഈ സമയം അവിടെ ഷിൻമുവിൻ്റെ ഒരു ഫ്രണ്ട് വരുന്നു. അവൻ വന്നിട്ട് ചോദിക്കുകയാണ്, നീ ആ ഡേയോൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ പയ്യനല്ലേ എന്ന്. അപ്പോൾ അവൻ പറയുന്നു, എന്ന് പറയും. ഡേറ്റിംഗ് ആണല്ലേ, എന്തായാലും പറ്റിയ ആൾ തന്നെ എന്ന് ഷിൻമുവിൻ്റെ അടുത്ത് പറയുന്നു. അപ്പോൾ ഷിൻമു പറയും, എനിക്ക് നിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഇപ്പോൾ സമയമില്ല, എനിക്ക് അവനെ വീട്ടിൽ കൊണ്ടാക്കണം, അതുകൊണ്ട് ഞാൻ പോകുന്നു, നീയും പെട്ടെന്ന് തന്നെ പോവാൻ. അങ്ങനെ അവൻ ശരി ഞാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട് ആ ചെറുക്കൻ അവിടെ നിന്ന് പോകുന്നു. ആ ചെറുക്കൻ പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ടേക്കിങ്ങിന് ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് ഷിൻമു പറയും, നീ മറ്റുള്ളവർ പറയുന്നതൊന്നും ഒന്നും കാര്യമാക്കണ്ടെന്ന്. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് വീട്ടിലേക്ക് പോവേണ്. പിറ്റേന്ന് സാറ് വന്ന് സ്റ്റാഫ് റൂമിൽ സാർ ഇരിക്കുന്ന സ്ഥലം നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. അവിടെ ഒരു ജ്യൂസും വെച്ചിട്ടുണ്ട്. ഈ സമയം അവിടെ ഡേയോൺ വരുന്നു. ഡേയോണിനെ കണ്ടിട്ട് സാറ് ചോദിക്കുന്നു, നീയാണോ ഇത് കൂടെ കൊണ്ടുവച്ചേന്ന്. അപ്പോൾ അവൻ പറയുന്നു, അതേ സാറെന്ന്. അപ്പോഴത്തേക്കും സാറ് പറയും, ഡേയോൺ, നിന്നെ ഞാൻ എപ്പോൾ കണ്ടാലും നീ നല്ല സന്തോഷത്തോടെ നല്ല ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഡേയോൺ പറയും, ഞാൻ കരുതിയത് ഞാൻ അങ്ങനെയൊക്കെ ആണെന്നാണ്, പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഞാൻ ആരുടെ ഫ്രണ്ടായിട്ട് ഇരുന്നാലും ഞാൻ അവരെ സങ്കടപ്പെടുത്താറുണ്ട്, അതുപോലെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഞാൻ ഡേയോൺ തന്നെയാണോ എന്ന്. അപ്പോഴത്തേക്ക് സാറ് പറയുന്നു, നീ അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത്, കാരണം നീ എപ്പോഴും നീ തന്നെ ആയിരിക്കും. അതുപോലെ നീ ആരെങ്കിലും സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നീ അവർക്ക് ചെന്ന് സോറി ചോദിച്ചാൽ മതി, അതുപോലെ നീ ഒരു നല്ല പയ്യനാണെന്ന്. സാറ് പറയുന്നതൊക്കെ കേട്ടിട്ട് ഡേയോണിന് കുറച്ച് സന്തോഷമൊക്കെ ആയി അവൻ ചിരിക്കുന്നുണ്ട്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് ഷിൻമുവിനെയും ടേക്കിങ്ങിനെയാണ്. ഇവർ രണ്ടുപേരും കൂടെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഷിൻമുവിനോട് ടേക്കിങ് ചോദിക്കുന്നു, ഞാൻ ഇന്ന് വൈകുന്നേരം നിൻ്റെ കൂടെ വരട്ടെ എന്ന്. അപ്പോൾ ഷിൻമു ചോദിക്കുന്നു, എന്തിനെന്ന്. അപ്പോൾ ടേക്കിങ് പറയുന്നു, എൻ്റെ ഫോൺ സ്ക്രാച്ച് വീണിരിക്കുകയല്ലേ, അപ്പോൾ അതൊന്ന് ശരിയാക്കാമെന്ന് കരുതി, നീ പോകുന്ന വഴിക്ക് ഒരു നല്ല കടയുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത്, അപ്പോൾ അവിടെ കൊടുക്കാമെന്ന് കരുതിയെന്ന്. അപ്പോൾ ഷിൻമു പറയുന്നു, ശരി, എന്നാൽ നമുക്ക് വൈകിട്ട് ഒരുമിച്ച് പോവാമെന്ന്. ടേക്കിങ് അവിടെ നിന്ന് പോയതിന് ശേഷം ഷിൻമുവിൻ്റെ അടുത്തേക്ക് ഡേയോൺ വരെയാണ്. ആ സീൻ അവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിൽ ഗേൾ സ്കൂളാണ് കാണിക്കുന്നത്. അവിടെ 2 പെൺപിള്ളേരാണെങ്കിൽ വാഷ്റൂമിൽ നിൽക്കുകയാണ്. അതിൽ ഒരാൾ പറയുന്നുണ്ട്, ഡേയോന്റെ വലയിൽ വീണൊരു മീനാണ് ലീസൂഹി എന്ന്. ഇത് കേട്ടോണ്ട് ലീസൂഹി അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു, അല്ല, നിങ്ങളുടെ അറിവിൽ എത്ര പേരുണ്ട് അവൻ്റെ വലയിൽ വീണത്, എൻ്റെ അടുത്തൊന്ന് പറഞ്ഞെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അപ്പോൾ ഇത് കേട്ടിട്ട് അവർ പറയുന്നു, സോറി ലീസൂഹി, ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയണെന്ന്. ഇത് കേട്ടിട്ട് അവൾ പറയുന്നു, നിങ്ങൾ ജൂനിയേഴ്സ് ആണ്, നിങ്ങൾക്ക് ഡേയോണിനെ പറ്റി പറയാനുള്ള ഒരു അധികാരവും ഇല്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ ഷിൻമുവിനെയും ഡേയോണിനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടുപേരും കൂടെ ഇന്ന് സംസാരിക്കുകയാണ്. ഡേയോൺ ഷിൻമുവിനോട് പറയുകയാണ്, സോറി ഷിൻമു, നീ ഇന്നലെ പറഞ്ഞതൊക്കെ എൻ്റെ നല്ലതിന് വേണ്ടിയായിരുന്നു, പക്ഷേ എനിക്ക് അന്നേരം അത് മനസ്സിലായില്ല, പക്ഷെ ഇപ്പോൾ എനിക്കതെല്ലാം മനസ്സിലായി. അതുപോലെ ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തി ടേക്കിങ്ങിനെ, അതുകൊണ്ട് ഇനി ഞാൻ സങ്കടപ്പെടാനുള്ള ദിവസങ്ങളാണ്. എന്നെ പറ്റിയുള്ള എല്ലാ രഹസ്യങ്ങളും മറ്റുള്ളവർ അറിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്തായാലും അവനെ സന്തോഷപ്പെടുത്താനായിട്ട് നോക്കുമെന്ന്. അപ്പോൾ ഷിൻമു പറയുന്നു, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇടയിലുണ്ടായ ഈ പ്രശ്നത്തെ ഞാൻ ഒരുപാട് വെറുക്കുന്നുണ്ടെന്ന്. ഇത് കേട്ടിട്ട് ഡേയോൺ ഒരുമാതിരി ഷിൻമുവിനെ നോക്കുന്നുമുണ്ട്. അവിടെ ടേക്കിങ് ആണെങ്കിൽ ഫോണിൻ്റെ സ്ക്രീനൊക്കെ ശരിയാക്കിയിട്ട് പുറത്തേക്ക് വന്നിട്ട് അവൻ്റെ മെസ്സേജൊക്കെ നോക്കിയാണ്. നോക്കുമ്പോഴാണ് അവന് മനസ്സിലാവുന്നത്, അവന് ഒരുപാട് മെസ്സേജസ് ഷിൻമു അയച്ചിട്ടുണ്ടായിരുന്നു. അവൻ ഓരോ മെസ്സേജസ് ആയിട്ട് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് അവൻ മെസ്സേജ് അയച്ചത്, അന്നൊരു ദിവസം ടേക്കിങ് ഷിൻമുവിനെ സഹായിച്ചില്ലേന്ന, അതിന് ഹെൽപ്പ് ചെയ്തതിന് താങ്ക്സ് എന്ന് പറഞ്ഞാണ് അയച്ചത്. അതിനുശേഷം ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് നീ സൂക്ഷിച്ച് വീട്ടിലേക്ക് പോണേന്നും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. പിന്നെ ഒരു ദിവസം നല്ല മഴയുണ്ട്, നീ സൂക്ഷിച്ച് വീട്ടിലേക്ക് പോണേന്നും പറഞ്ഞ് അന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. അതിനുശേഷം അയച്ചത് ഇങ്ങനെയാണ്, നീ എവിടെയാണെന്ന് പറ, നീ ഇപ്പം കരയായിരിക്കുമെന്ന് എനിക്കറിയാം, നീ എന്നെ ഇങ്ങനെ സങ്കടപ്പെടുത്തല്ലേന്ന്. പിന്നെ എന്തോ ഒരു സാധനം കൊടുക്കാനുണ്ടെന്നും പറഞ്ഞും മെസ്സേജ് അയക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ഷോക്കായിട്ട് നിന്നിട്ട് ടേക്കിങ് പറയാണ്, ഇവൻ എനിക്ക് ഇത്രയും മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന്. ഈ സമയം തന്നെ അവിടെ ഷിൻമു വരുന്നുണ്ട്. ഷിൻമു ഇത്രയും മെസ്സേജൊക്കെ അയച്ചേക്കുന്നത് കണ്ടിട്ട് സന്തോഷത്തോടെ
ടേക്കിങ് ചോദിക്കുകയാണ്, അല്ല ഷിൻമു, ഞാൻ ഈ മെസ്സേജൊക്കെ എപ്പോൾ വായിക്കുമെന്നും പറഞ്ഞാണ് നീ എനിക്കിതെല്ലാം അയച്ചതെന്ന്. അപ്പോൾ ഷിൻമു പറയുന്നു, നീ ഇതിപ്പോൾ വായിച്ചില്ലായിരുന്നെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ലായിരുന്നു. പിന്നെ എനിക്ക് അറിയാമായിരുന്നു നീ എന്നെങ്കിലും അത് വായിച്ച് നീ എല്ലാം മനസ്സിലാക്കുമെന്ന്. ഇത് കേട്ടിട്ട് ടേക്കിങ് ചോദിക്കുന്നു, അപ്പം നീ എന്നെപ്പറ്റി എന്നും ചിന്തിക്കാറുണ്ടല്ലേ എന്ന്. അപ്പോൾ ഷിൻമു പറയുന്നു, അതെ, ഞാൻ ഇന്നലെയും ഇന്നും അതുപോലെ നാളെയും അതേ കണക്കിന് എപ്പോഴും നിന്നെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്. ഇത്രയും കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഒരു ഹായ് എങ്കിലും കമൻറ്റ് ഇട്ടേക്കണേ. ഓക്കെ, ബൈ ബൈ.